ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ പുനഃപരിശോധിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ റീ ഓഡിറ്റിംഗ് നടത്താനാണ് ആലോചന. ചൊവ്വാഴ്ച ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, കണക്കൊപ്പിക്കാനാണോ 17-ാം തീയതിയിലെ യോഗം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കണക്കൊപ്പിക്കുമോ ഒടുവിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രധാനപ്പെട്ട വിവാദമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായക യോഗം വരുന്ന 17-ാം തീയതി ചൊവ്വാഴ്ച ദേവസ്വം ബോർഡ് കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുനഃപരിശോധിക്കാനാണ് പ്രധാനമായും ആലോചിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അത് ഓഡിറ്റിംഗ് തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അതിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് വീണ്ടും പുനഃപരിശോധിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ വീണ്ടും ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ തന്നെ ഈ വിജയൻ അസോസിയേറ്റ്സ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുന്നു. ഇതിൽ തന്നെ നവംബർ മാസം ഹൈക്കോടതിയിലേക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ 3 കോടി രൂപ തിരികെ കിട്ടിയെന്ന് പറയുന്ന അതേ വ്യക്തി തന്നെ ഫെബ്രുവരിയിൽ എത്തുമ്പോൾ വീണ്ടും 2 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്ന മൊഴികളിലൊക്കെ പരസ്പര വൈരുദ്ധ്യമുണ്ട്. എന്നാൽ തന്നെയും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തായാലും ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് വീണ്ടും റീ ഓഡിറ്റ് ചെയ്യാനുള്ള വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യോഗത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ UDF വീണ്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മന്ത്രി VN വാസവന്റെ അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള നീക്കത്തിലാണ് എന്തായാലും പ്രതിപക്ഷം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കങ്ങളൊക്കെയും ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് കട്ടിലും മെത്തയും അടക്കം വാങ്ങിയതിന്റെ കണക്കുകളടക്കം വലിയ വിവാദത്തിലായിട്ടുള്ള ഒരു കേസാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം എന്തായാലും ദേവസ്വം ബോർഡ് എടുക്കും. ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ എന്താണ് പിഴവ് സംഭവിച്ചത് അത് തിരുത്താനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അരുൺ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ. കണക്കുകൾ എന്തായാലും അവ്യക്തതയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ദേവസ്വം കമ്മീഷണർ കൊടുത്തതാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് ദേവസ്വം ബോർഡ് അറിയാത്ത കണക്കുകളൊക്കെ വന്നിരിക്കുന്നത്. നടക്കാത്ത ഭജനയുടെ പേരിലും അതിൽ കണക്കുകൾ വരുന്നു എന്നുള്ളതാണ്. പിശകുപറ്റി എന്ന് ദേവസ്വം ബോർഡ് ഉറപ്പിച്ചു. അത് ഇന്നലെ അവരുടെ പ്രസ് റിലീസിലും ഉണ്ടായിരുന്നു. ഇനി ആ പിശകുകളൊക്കെ തിരുത്തി കണക്കുകളൊക്കെ മാറ്റി പുതിയ കണക്ക് ഒപ്പിക്കണം. 10 കോടിയുടേതിൽ നിന്ന് 4.5 കോടിയായിട്ട് ചിലവ് ചുരുക്കണം. പിന്നെ അത് കോടതിക്ക് കൊടുക്കണം. അപ്പോൾ കോടതി ആദ്യത്തെ ചോദ്യം ചോദിക്കും, ആദ്യം നിങ്ങൾ കൊടുത്ത കണക്കോ? അത് ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നതായിരിക്കും ദേവസ്വം ബോർഡ് പറയാൻ പോകുന്നത്. ചുരുക്കത്തിൽ ദേവസ്വം കമ്മീഷണർക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്.